പൊന്മുടിയിലെ റിസോർട്ടിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്ന അനിയോടും നന്ദുവിനോടും മഴയും കനത്ത മണ്ണിടിച്ചിലും കാരണം റോഡ് അടഞ്ഞിരിക്കുകയാണെന്ന് സെക്യൂരിറ്റി അറിയിക്കുന്നു. ഇരുവരും വാഹനത്തിൽ പോയി സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് റിസോർട്ടിലേക്ക് തന്നെ തിരികെ എത്തുന്നു. സെക്യൂരിറ്റിയുടെ കളിയാക്കിയുള്ള സംസാരത്തിൽ നന്ദു ദേഷ്യപ്പെടുകയും അനി അയാൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഫോൺ റേഞ്ച് ഇല്ലാത്തതിനാൽ അനി ലാൻഡ് ഫോൺ വഴി കൂട്ടുകാരെ വിളിച്ച് സഹായം തേടുന്നു. വീട്ടിൽ ആദർശും നേനയും നന്ദുവിനെയും അനിയെയും കാണാത്തതിൽ പരിഭ്രാന്തിയിലാണ്. ഇതിനിടെ നന്ദു നേനയെ ഫോണിൽ വിളിച്ചു മണ്ണിടിച്ചിൽ കാരണം പട്ടുപോയ വിവരം അറിയിച്ച് ഫോൺ കട്ട് ചെയ്യുന്നു. നന്ദു വിളിച്ച നമ്പർ ശ്രദ്ധിച്ച ആദർശ് അത് പൊന്മുടിയിലെ ലാൻഡ് ഫോൺ നമ്പറാണെന്ന് തിരിച്ചറിയുന്നു. ഇരുവരും ഒരുമിച്ച് പൊന്മുടിയിലേക്ക് പോയതിൽ ദേവയാനി അമർഷവും സങ്കടവും പ്രകടിപ്പിക്കുന്നു. ആദർശ് റിസോർട്ടിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ അനിയുടെ ആംഗ്യ കാണിക്കൽ അനുസരിച്ച് അവിടെ 4 പേർ ഉണ്ടെന്നും ആളുകളെ അറിയില്ലെന്നും സെക്യൂരിറ്റി കള്ളം പറയുന്നു. അനി നന്ദുവിനോട് നമുക്ക് ഇവിടെ വെച്ച് രജിസ്റ്റർ വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നിയമപരമായി ഡിവോഴ്സ് കഴിയാതെ ഇത്തരമൊരു കാര്യത്തിന് താൻ ഒരുക്കമല്ലെന്ന് നന്ദു കട്ടായമായി വിസമ്മതിക്കുന്നു.